നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പരമ്പരാഗത മാധ്യമങ്ങളായ പത്രത്തിനും മുഖ്യധാരാ മാധ്യമങ്ങളിൽ തന്നെ ചാനലുകൾക്കുമൊക്കെ നേരത്തെ വലിയ വിശ്വാസ്യതയുണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തനം എന്നത് പറഞ്ഞാൽ തന്നെ പണ്ടൊക്കെ പത്രപ്രവർത്തനവും അതിനുശേഷം ചാനൽ വിഷ്വൽ മീഡിയയിലേക്കുമൊക്കെ മാറി. എന്നാൽ ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളുടെ എല്ലാം വിശ്വാസ്യത തകർന്നിരിക്കുന്നു. പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ, യൂട്യൂബ് ചാനലുകളും മറ്റും പറയുന്നത് ചിലതൊക്കെ കള്ളമാണെങ്കിലും കൂടുതൽ വിശ്വാസ്യത ഇപ്പോൾ പല കാര്യങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കാണ്. മുഖ്യധാരാ മാധ്യമങ്ങളെക്കാളേറെ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്നവരാണ് സത്യമറിയാൻ പലപ്പോഴും ജനങ്ങൾ. ഇപ്പോൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗമായി നടക്കുന്ന ചാനൽ ചർച്ചകളും ചില ആൾക്കാർക്ക് വേണ്ടിയുള്ള കേന്ദ്രീകൃതമായ ചില വാർത്ത ചമയ്ക്കലുമൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് ജനങ്ങളെ അകറ്റിയിരിക്കുന്നു. നേരത്തെ മാധ്യമപ്രവർത്തകർക്ക് ഒരു വലിയ ബഹുമാനമൊക്കെ സമൂഹത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടാൽ കൈവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം നോക്കി നിൽക്കുമ്പോൾ പലപ്പോഴും കള്ളം പറയുന്നുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. ഇപ്പോൾ നോക്കൂ, അവസാനമായി വന്ന 2 കേസുകൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടും അതിനുശേഷമുള്ള ഇപ്പോഴത്തെ ദിലീപ് കേസുമായി ബന്ധപ്പെട്ടുമാണ്. കഴിഞ്ഞ 8 വർഷമായി ദിലീപിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ വഴി ചില അന്വേഷണ സംഘാംഗങ്ങളും പ്രോസിക്യൂഷനും ഒക്കെ ചേർന്ന് ചമച്ച കള്ളക്കഥകൾ ഒന്നൊന്നായി പൊളിച്ചെടുക്കുകയാണ് സോഷ്യൽ മീഡിയ. മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വിധി പഠിച്ച് പറയുന്നതിൽ നിന്ന് ജനങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ ഈ കേസിന്റെ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവർ ആ കേസിന്റെ മെറിറ്റ് ചർച്ച ചെയ്യുമ്പോൾ വ്യക്തമായി മറുപടി പറയുന്നവരെ കാണുമ്പോൾ പലപ്പോഴും ചർച്ചയ്ക്ക് വരുന്നവർ ഇറങ്ങി ഓടുന്നു. ശ്രീജിത്ത് പണിക്കരെയൊക്കെ സംസാരിക്കാൻ കണ്ടാൽ, ശ്രീജിത്ത് പണിക്കർ സംസാരിക്കുന്ന കേട്ടാൽ ഉടൻ തന്നെ എനിക്കിത് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയിറങ്ങുന്ന അതിജീവതയുടെ അഭിഭാഷക, അതുപോലെ തന്നെ പറയാൻ തുടങ്ങുമ്പോൾ അതിലുമേറെ ഉച്ചത്തിൽ ബഹളത്തിൽ അവരുടെ ഭാഗം മാത്രം ന്യായീകരിക്കുന്ന ആ ആങ്കർമാർ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് സത്യം അറിയണമെന്ന തോന്നലുണ്ടാവുന്നു. കഴിഞ്ഞ 8 വർഷമായി ദിലീപിനെ ആക്രമിച്ചുകൊണ്ടിരുന്ന കേരളത്തിലൊരു പ്രമുഖ ചാനലാണ്. ആ സാധാരണഗതിയിൽ നമുക്കറിയാം, ചാനലിന്റെ പണി എന്ന് പറയുന്നത് വാർത്ത കൊടുക്കുക എന്ന് മാത്രമാണ്. എന്നാൽ ആ വാർത്ത കൊടുക്കുന്ന മാധ്യമപ്രവർത്തകരെ വാഴ്ത്തിപ്പുകഴ്ത്തിക്കൊണ്ട് അവരിറങ്ങുകയാണ് ഗ്രൗണ്ടിലേക്ക്. മാധ്യമപ്രവർത്തനം എന്താണെന്ന് പോലും മറന്ന് ആക്ടിവിസ്റ്റുകളുടെ വേഷമണിയുകയാണ്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് സ്ഥാപിത താല്പര്യവും ചില പണ താല്പര്യവുമാണ് എന്ന് തന്നെയാണ്. പലപ്പോഴും ഞങ്ങളൊക്കെ വാർത്ത ചെയ്യുമ്പോൾ പലരും വന്ന് ചോദിക്കാറുണ്ട്, പണം തരുന്നുണ്ടോ, ആരെങ്കിലും പണം തരുന്നുണ്ടോ എന്ന്. ഒരാളുടെയും പണം വാങ്ങിച്ച് പ്രവർത്തിക്കുന്ന ചാനലല്ല ഭാരത് ലൈവ്. അങ്ങനെ ഇന്ന് വരെ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കവും ഭാരത് ലൈവിനില്ല. പക്ഷേ സത്യസന്ധമായി കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ് എന്ന് വിശ്വസിക്കുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ഒക്കെ ലോകത്ത്, പരമ്പരാഗത മാധ്യമങ്ങളുടെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ഒക്കെ ലോകത്ത് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ ചാനലാണെങ്കിൽ കൂടി സാധാരണഗതിയിൽ എങ്ങനെ ഒരു ചാനൽ പ്രവർത്തിക്കണോ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സത്യമറിഞ്ഞ് മാത്രമേ നിങ്ങളോട് പറയുകയുള്ളൂ, പഠിച്ച ശേഷം മാത്രമേ നിങ്ങളോട് പറയുകയുള്ളൂ. പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് നാളിതുവരെ ആരെങ്കിലും ഞങ്ങളെ മഞ്ഞപ്പത്രമെന്ന് ആക്ഷേപിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ള യൂട്യൂബ് എന്ന് അധിക്ഷേപിക്കുകയോ ഏതെങ്കിലും കേസുകളിൽ പെട്ടുപോവുകയോ ചെയ്യേണ്ടതായി വന്നിട്ടില്ല. ചിലപ്പോൾ അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ സൈബർ അറ്റാക്കുകൾ ഉണ്ടാകാറുണ്ട്, അതും ചാനലിന് താഴെ, എങ്കിലും സഹിക്കാവുന്ന സൈബർ അറ്റാക്കുകളാണ്. പക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വില ഇങ്ങനെ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ ദിലീപിന്റെ കേസോടുകൂടിയാണ്. ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലൊക്കെ ആ പരാതിക്കാരി വിവാഹിതയായിരുന്നു എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ അവസാന സെക്കൻഡ് വരെ മറച്ചുവെച്ചു. അവസാനം അവർ വിവാഹിതയായിരുന്നു എന്ന് പുറം ലോകം അറിഞ്ഞത് തന്നെ യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വർ വഴിയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലുകളുടെയൊക്കെ ശ്രമഫലമായി പല കള്ളത്തരങ്ങളും പൊളിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദിലീപിന്റെ കേസിൽ, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ കുറ്റക്കാരനാക്കാൻ നിന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ആ വിധി ചർച്ച ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രശ്നം, എന്തൊക്കെയായിരുന്നു അന്വേഷണ സംഘങ്ങളുടെ വീഴ്ചകളെന്ന് അക്കമിട്ട് നിരത്തി പറയുമ്പോൾ സത്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ വലിയ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരച്ചിലും വിളിയും ബഹളവും ഒക്കെയായി സിമ്പതി ക്രിയേറ്റ് ചെയ്യാനുള്ള അവസാന ശ്രമം. ഭാഗ്യലക്ഷ്മിയൊക്കെ കരഞ്ഞ് മെഴുകുകയാണ്. അവസാനം തോറ്റ് പിന്മാറേണ്ടി വരുന്ന അവസ്ഥയിൽ അവരുടെ ഹൃദയവ്യഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
പക്ഷെ ജനങ്ങളെ കൂടി ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മുഖ്യധാരാ മാധ്യമങ്ങളാണ് അവരെ കൊണ്ടു നടക്കുന്നത്. മറ്റൊരു മാധ്യമങ്ങളും അവരെ കൊണ്ടു നടക്കുന്നില്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് എന്നേ ജനങ്ങൾ അകന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ പല ജേർണലിസ്റ്റുകൾക്കും കിട്ടുന്ന സ്വീകാര്യത ഇന്ന് മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർക്കുണ്ടോ എന്ന് സംശയമാണ്. മാപ്ര എന്ന വിളി തന്നെ ഉണ്ടായത് അതിനുദാഹരണമാണ്. എങ്ങനെയാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് ജനങ്ങൾ അകന്നുപോയതെന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇനിയെങ്കിലും ചിന്തിക്കണം. സത്യത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ഇപ്പോഴത്തെ വരുമാന മാർഗം എന്ന് പറയുന്നത് അവരുടെ യൂട്യൂബ് ചാനലുകൾ തന്നെയാണ്. എന്നാൽ ഞങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗമാണെന്ന് പറഞ്ഞ് മേനിനടിച്ച് നടക്കുന്നവരാണ് ഇവരെല്ലാം. 24 അടക്കമുള്ള ചാനലുകൾ പ്രവർത്തിക്കുന്നത് അവരുടെ യൂട്യൂബ് റവന്യൂ കൊണ്ടാണ്. ന്യൂസ് 18 യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്രകമ്പനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ലോക്കൽ ആൾക്കാർ, ഇപ്പോൾ എൻ്റെ യൂട്യൂബ് കാണുന്ന അത്രയും ആൾക്കാർ പോലും എനിക്ക് തോന്നുന്നു യൂട്യൂബ് ന്യൂസ് 18 കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പൈങ്കിളി തലക്കെട്ടുകളുമൊക്കെ ഇട്ട് കാർഡിട്ട് ഫേസ്ബുക്കിലിട്ട് വാർത്ത കമൻറ്റിലെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു ഗിമ്മിക്കുകളും ഇല്ലാതെയാണ് ഞങ്ങളെപ്പോലുള്ളവർ ഈ മാധ്യമ പ്രവർത്തനം ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗമായിരുന്ന ജേർണലിസ്റ്റാണ് ഞാനും. ന്യൂസ് 18 റിപ്പോർട്ടറിലും അടക്കം, നേരത്തെയുള്ള നികേഷിൻ്റെ റിപ്പോർട്ടർ അടക്കം ആ കാലത്തുണ്ടായിരുന്നതാണ്. അതും മരം വെട്ടുകാർ വരുന്നതിന് മുമ്പുള്ള നികേഷിൻ്റെ റിപ്പോർട്ടർ, അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായും കൃത്യമായും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇവർക്കൊക്കെ വലിയ ഇടിവ് വന്നിട്ടുണ്ട്. ആ ഇടിവിൽ നിന്നാണ് ഇപ്പോൾ കൈകാലിട്ടടിച്ച് പലതും പറയുന്നത്. പക്ഷേ ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ജനങ്ങൾക്ക് മുഖ്യധാരാ മാധ്യമങ്ങളെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അവരുടെ ആശ്രയമായി മാറുന്നത് യൂട്യൂബ് ചാനലുകളാണ്. നല്ല നല്ല കണ്ടന്റുകൾ കൊണ്ടുവരുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്, വൺ സൈഡഡായ യൂട്യൂബ് ചാനലുകളുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും നേരും നെറിയും പറയുന്ന വൃത്തിയുള്ള സാംസ്കാരികമായി ഏറ്റവും നല്ല നിലയിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് സത്യമറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തിന് നേരെ ഇപ്പോഴെങ്കിലും അത്തരത്തിലുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു.